മലപ്പുറം വീണ്ടും ലോകത്തിന് അത്ഭുതങ്ങളുടെ മാതൃക കാട്ടിത്തരികയാണ്. വൃക്കരോഗികളായ പാവങ്ങൾക്ക് ₹1 പോലും ചിലവില്ലാതെ സൗജന്യമായി ഡയാലിസിസ് ചെയ്യാനുള്ള സൗകര്യവുമായി ഇതാ ഒരു സ്ഥാപനം തുടങ്ങിയിരിക്കുന്നു. പിന്തിരിപ്പന്മാരായ രാഷ്ട്രീയ നേതാക്കന്മാരുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട്, പണവും സ്വാധീനമുള്ള സ്വകാര്യ ആശുപത്രി മാഫിയകളുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് ഇതാ മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ക്ഷേത്രത്തിലെ ദേവസ്വം ബോർഡ് പാവപ്പെട്ട രോഗികൾക്കായി ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഡയാലിസിസ് സെന്റർ തുടങ്ങിയിരിക്കുന്നു. കാണാം അതിൻ്റെ പൂർണ്ണമായ വിശേഷം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് കണ്ടതിന് ശേഷം നമ്മളെ കേരളത്തിലുള്ള അമ്പലം പള്ളി കമ്മിറ്റിക്കാർ തീർച്ചയായിട്ടും ചിന്തിച്ചു തുടങ്ങണം. കാര്യം കുറച്ച് ക്യാഷ് മാത്രം മതി ഇത്തരം സ്ഥാപനങ്ങൾ തുടങ്ങാനായിട്ട്. അതിൻ്റെ പൂർണ്ണ വിവരവും ഒപ്പം തന്നെ വൃക്കരോഗികൾക്ക് എങ്ങനെ ഡയാലിസിസ് പൂർണ്ണമായും സൗജന്യമായി ചെയ്യാൻ കഴിയും എന്നുള്ളതിൻ്റെ വിവരവും ഈ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇത് കാണുക, മാക്സിമം ഷെയർ ചെയ്യുക. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ വരുമാനമുള്ള അമ്പലങ്ങളും പള്ളികളും ഒക്കെയുണ്ട്. കോടികൾ വരുമാനമുള്ള പള്ളികളും അമ്പലങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ 10ൻ്റെ പൈസ എടുത്ത് ജനത്തിന് ഉപകാരപ്പെടുന്ന, രോഗികൾക്ക് ഉപകാരപ്പെടുന്ന, പാവപ്പെട്ടവർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം ചെയ്യില്ല. അവർക്ക് ദൈവത്തിൻ്റെ പേരിൽ പണം ഡിപ്പോസിറ്റ് ചെയ്ത് അല്ലെങ്കിൽ മറ്റു രീതിയിൽ കമ്മിറ്റി ആളുകൾ തന്നെ ആ പണം ഇട്ട് ബിസിനസ് ചെയ്ത് പണം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ ഈ സ്ഥാപനം, ഈ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ്, അതായത് കാടാമ്പുഴ ദേവീക്ഷേത്രത്തിലെ ചാരിറ്റബിൾ ട്രസ്റ്റ് ലോകത്തിന് തന്നെ മാതൃകയാകുന്ന ഒരു കാര്യം ചെയ്തിരിക്കുകയാണ്. ഈ നാട്ടിലുള്ള ആയിരക്കണക്കിന് ഡയാലിസിസ് പേഷ്യൻറ്റിന് ഏറെ ഉപകാരപ്പെടുന്ന ഒരു സ്ഥാപനത്തിന് മുന്നിലാണ് നമ്മളുള്ളത്. 10 പൈസയുടെ ചിലവില്ലാതെ ഇവിടെ ഡയാലിസിസ് ചെയ്യാൻ കഴിയും. അതായത് നമുക്കറിയാം, നമ്മുടെ നാട്ടിലിപ്പോൾ ഡയാലിസിസ് പേഷ്യൻ്റ് കൂടി വരുന്ന സാഹചര്യം. ഓരോ ആശുപത്രികളിൽ പോയി പണമില്ലാത്തതിൻ്റെ പേരിൽ അവിടെ ദുഃഖിച്ചിരിക്കുന്ന, കരഞ്ഞു തീർക്കുന്ന, വേദനിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്, ഒരുപാട് പേഷ്യൻസ് നമുക്കിടയിലുണ്ട്. പക്ഷേ അവരെ ഒന്നും സഹായിക്കാൻ ഒരു പള്ളിക്കാരും ഒരു അമ്പല കമ്മിറ്റിക്കാരും തയ്യാറാവുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ കാണുന്ന ഈ സ്ഥാപനം ഇത്രയും നല്ല രീതിയിൽ ചെയ്ത് ഒരു സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് അറിയാം അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ. നമസ്കാരം. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. ഒരുപാട് രോഗികൾക്ക് ആശ്വാസമേകുന്ന അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയതിൽ, മാതൃക കാട്ടിയതിൽ അഭിനന്ദനങ്ങൾ. എന്താണ് സാറിൻ്റെ പേര്? അജയ്കുമാർ. എന്താണ് ഡെസിഗ്നേഷൻ? ഞാൻ കാടാമ്പുഴ ദേവസ്ഥത്തിലെ എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. മലബാർ ദേവസ്വം ബോർഡിലെ അസിസ്റ്റന്റ് കമ്മീഷണറാണ്. അത് ശരി. എന്താണ് ഈ സ്ഥാപനത്തിന് പിന്നിൽ? താങ്കളാണെന്ന് അറിഞ്ഞു. എല്ലാം ഓൾ ഇൻ ഓൾ എന്താ സംഭവം? ഇവിടെ 1987 മുതലൊരു ധർമാശുപത്രി പ്രവർത്തിക്കുന്നു കാടാമ്പുഴയിൽ. ഒരു ഡോക്ടറും ഒരു ഫാർമസിസ്റ്റും നഴ്സിംഗ് അസിസ്റ്റൻ്റൊക്കെ അവിടെ സ്ഥിരമായിട്ടുണ്ട്. അപ്പോൾ വളരെ പരിമിതമായ സാഹചര്യത്തിലാണ് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഞാനിവിടെ അന്ന് ഞാൻ വരുന്നത് വരെ, ഞാൻ 2011 നവംബർ 1-ാം തീയതിയാണ് ഇവിടെ ജോയിൻ ചെയ്തത്. ആ സമയത്ത് അങ്ങനെയാണ്. അപ്പോൾ ഈ ആശുപത്രി ഒന്ന് വിപുലീകരിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യം വിചാരിച്ചത്. കുറച്ചുകൂടെ സൗകര്യങ്ങളാക്കി ഒരു നല്ലൊരു പ്രൈമറി ഹെൽത്ത് സെൻ്ററാക്കി കൊണ്ടുവരിക. അങ്ങനെ അതിൻ്റെ ആലോചനാ ഘട്ടത്തിൽ ഇവിടുത്തെ പാരമ്പര്യ ട്രസ്റ്റിയുണ്ട്. പാരമ്പര്യ ട്രസ്റ്റിയാണ് ഈ അമ്പലത്തിലുള്ളത്. അദ്ദേഹമായിട്ട് ഇതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ ഏതോ പാവപ്പെട്ട വൃക്കരോഗികളുണ്ട്, അവർക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പൈസ ഇല്ലാത്തൊരവസ്ഥയാണുള്ളത്, നമുക്ക് അതുമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നൊന്ന് ആലോചിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ആ ആലോചന മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷൻ പ്രസിഡന്റുമായിട്ടൊക്കെ പങ്കുവച്ചു. അപ്പോൾ അവരത് വളരെ പോസിറ്റീവായിട്ട് എടുത്തു. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതുവരെ അങ്ങനെ ഒരു സംരംഭം കേരളത്തിലില്ല, ഒരു ദേവസ്വം ബോർഡിലും ഇല്ല. അപ്പോൾ നമുക്കൊരു മാതൃകയാക്കാം. അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാ പ്രചോദനവും എല്ലാം അവർ മലബാർ ദേവസ്വം ബോർഡ് തന്നു. പിന്നെ ഇവിടുത്തെ ജീവനക്കാരുമായിട്ട് അതിനെക്കുറിച്ച് ആലോചിച്ചു. അപ്പോൾ എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് എടുത്തു. അതങ്ങനെ ഒരു വളരെ വിജയത്തിലെത്തി. ഇപ്പോൾ നമ്മൾ 10 മെഷീൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ജനുവരി 31-ാം തീയതി മുതൽ ട്രയൽ റണ്ണ് തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ ഇത് പേഷ്യൻസിനെ എടുത്ത് ഡയാലിസിസ് നടത്തുന്നുണ്ട്. താങ്കളൊരു ആശയമായിരുന്നോ ഇത്? മനസ്സിലുള്ളൊരു ആശയമായിരുന്നു പ്രാവർത്തികമാക്കിയത്. നമുക്കറിയാം, ഈ ക്ഷേത്രങ്ങളിലും അമ്പലങ്ങളിലും ഒക്കെ വരുമാനം ഉള്ള സ്ഥാപനങ്ങൾ പോലും, പ്രസ്ഥാനങ്ങൾ പോലും ഇതുപോലെ ഒന്നും ചെയ്യുന്നില്ല പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട്. അവർക്ക് വേണ്ടി അവരോട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ദൈവത്തിൻ്റെ പണം എന്തായാലും ആവശ്യമില്ലല്ലോ. ആ പണം പാവപ്പെട്ടവർക്ക് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് താങ്കൾ പറയുന്നത്. മാനവ സേവയാണ് യഥാർത്ഥ മാധവ സേവ എന്നുള്ള ഒരു ആപ്തവാക്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഒരു ഇതിലേക്ക് വന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ഈ സമൂഹത്തിന് ഗുണകരമായ പാവപ്പെട്ട ആളുകൾക്ക് ഒരു ജീവിതം, അവരുടെ ജീവിക്കാനുള്ള സൗകര്യങ്ങളാക്കുക. അതാണ് ശരിക്കും ഫസ്റ്റ് ചെയ്യേണ്ട. അതാണല്ലേ, പാവപ്പെട്ടവരെ സഹായിക്കുക. ദൈവം ആഗ്രഹിക്കുന്നു അത് തന്നെയാണ് തീർച്ചയായും. അപ്പോൾ അതിൽ ഉറച്ചിട്ടായിരിക്കണം കാര്യം. ഇവിടെ നമുക്ക് ദേവസ്വം നടക്കണം, ബാക്കി എല്ലാ കാര്യങ്ങളും നടക്കണം. അതോടൊപ്പം തന്നെ കഴിയുമെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള രംഗത്തേക്ക് വരണം. അതിനെ സഹായിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. മുന്നിട്ടിറങ്ങിയാൽ മതി. തുടക്കത്തിൽ വലിയ ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. എന്തൊക്കെ പ്രതിസന്ധികളാണ് നേരിട്ടത്?
കാര്യം പുതിയൊരു മാതൃക ലോകത്തിന് കാണിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടോ? പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നെ സ്വാഭാവികമായിട്ട് അതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അതൊക്കെ ഓവർകം ചെയ്തു. അതൊക്കെ ഓവർകം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതൊക്കെ ചെയ്യും. പിന്നെ പൂർണ്ണമായിട്ട് മലബാർ ദേവസ്വം ബോർഡിന്റെ സപ്പോർട്ട് ഒരു സപ്പോർട്ടുണ്ട്. പൂർണ്ണമായിട്ട് കമ്മീഷണർ പ്രസിഡന്റ് അവരുടെ സപ്പോർട്ട് 100% ഉണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടുത്തെ ക്ഷേത്രത്തിലെ കൂടെയുള്ള ജീവനക്കാരുടെ കുറേ ഒരു 65 ജീവനക്കാർ ഈ ക്ഷേത്രത്തിലുണ്ട്. അവരെല്ലാവരും ഇതിന് വളരെ പോസിറ്റീവായിട്ടുള്ള സംഭവം ചെയ്യുന്നത്. അത് പറഞ്ഞ് ഇറങ്ങി തിരിച്ചാൽ, അതാണ് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത്, ഇറങ്ങി തിരിച്ചാൽ നടക്കാത്ത ഒന്നുമില്ല. നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്നാണ് പറയുന്നത്. ഇപ്പം തന്നെ ഒരു മാതൃക കാട്ടില്ല. അതായത് 10 മെഷീൻസ് ആണെങ്കിൽ പോലും 100 കണക്കിന് ഡയാലിസിസ് പേഷ്യൻസിന് ആശ്വാസമേകുന്ന, അവർക്ക് പുതുജീവൻ നൽകുന്ന ഒരു സ്ഥാപനമാണ് ഇവരുടെയൊക്കെ ഒരു ശ്രമഫലമായി ഇവിടെ ഇങ്ങനെ പ്രാക്ടിക്കലായി നടത്തി. ഇതൊരു തിയറി ഒന്നുമല്ല, പ്രാക്ടിക്കലാണ്. സംഭവം ചെയ്ത് കഴിഞ്ഞു. ഡയാലിസിസ് പേഷ്യൻസിന് ഓൾറെഡി ഇവിടെ അവർക്ക് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇന്നും ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു സംഭവം നമ്മൾ ലോകത്തിന് മാതൃകയാക്കി. ഇത് പല അമ്പലങ്ങളും പള്ളി കമ്മിറ്റിക്കാരും ഒക്കെ മാതൃകയാക്കണം. ഒരിക്കലും ദൈവത്തിന് പണം ഡിപ്പോസിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ദൈവം നമുക്ക് പണഞ്ഞോട്ടാണ് തരുന്നത്. അപ്പം അങ്ങോട്ട് കൊടുക്കണ്ട. ഈ തരുന്ന പണം, നമ്മളിലേക്ക് എത്തുന്ന പണം, അമ്പല കമ്മിറ്റിക്കാരാണെങ്കിലും പള്ളി കമ്മിറ്റിക്കാരാണെങ്കിലും ഇതുപോലുള്ള സ്ഥാപനങ്ങൾ തുടങ്ങി പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള ഒരു മാതൃക നിങ്ങൾ കാട്ടിക്കൊടുക്കണം. അതാണ് നമുക്ക് പറയാനുള്ളത്, അല്ലേ? ഓക്കെ, നമുക്ക് കാണാം. 25 മെഷീൻ ഇടാനുള്ള സൗകര്യങ്ങളുള്ള സെന്ററാണ്. നമ്മളിപ്പോൾ ഇനിഷ്യലായിട്ട് 10 മെഷീൻ ഇട്ടിട്ടേ ഉള്ളൂ. ഉടനെ തന്നെ ബാക്കി 15 മെഷീനുകൾ ട്രസ്റ്റിന്റെ ഫണ്ട് കൊണ്ടാണ് അതൊക്കെ ചെയ്യുന്നത്. അമ്പലത്തിന്റെ ഫണ്ട്. പിന്നെ ഞങ്ങൾ ഫണ്ട് പുറത്തുനിന്ന് വരണമല്ലോ. അതെ, അതും വേണം. അപ്പോൾ അത് വേണം. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ATG രജിസ്ട്രേഷൻ ഒക്കെ എടുത്തിട്ടുണ്ട്. ശരി. പിന്നെ ഒരുപാട് സുമനസ്സുകൾ ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് പൈസ തരുന്നുണ്ട്. ഒരു തിരുവനന്തപുരത്തുള്ള കോന്നയ്ക്കൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് ഉണ്ട്, ശ്രീ ആനന്ദകുമാർ. അദ്ദേഹം കേരളത്തിലുടനീളം ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ ഡയാലിസിസ് സെന്റർ നടത്തുന്ന ആളാണ്. സർക്കാരിന് വേണ്ടി അദ്ദേഹം തന്നെ നടത്തുന്ന ഫ്രീ ഡയാലിസിസ് ആണ്. ഒരു പൈസയും വാങ്ങാതെ ചെയ്യണം. ഞങ്ങളും അങ്ങനെയാണ്. ഒരു രജിസ്ട്രേഷൻ ഫീസ് പോലും ഒരാളും വാങ്ങുന്നില്ല. പൂർണ്ണമായും ഫ്രീ ആയിട്ടാണ്. അപ്പോൾ അവർ ഡയാലിസിസ് ടെക്നീഷ്യൻസിനെ അവരാ തരുന്നത്. അവർ തന്നെ അവർ പൈസ നോക്കില്ല. പിന്നെ അതുപോലെ ഈ കല്യാൺ ജ്വല്ലേഴ്സ് അവർ ഇതിന്റെ മെഷീൻസ് ഒക്കെ വാങ്ങിക്കും. ഒരു 10 ലക്ഷം രൂപ തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെയുള്ള ജീവനക്കാർ 4 മെഷീൻ അവർ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ള ജീവനക്കാരനെ തന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു കൂട്ടം ആളുകൾ കൂടിയപ്പോൾ ഒരുപാട് ആളുകൾക്ക് പുതുജീവൻ നൽകുന്ന ഒരു സംഭവമായി മാറിയിരിക്കുകയാണ്. പിന്നെ അറിയാത്ത ഇവിടെ വരുന്ന ഭക്തർ, നമ്മൾ ഇതിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് നോട്ടീസും ഒക്കെ പോസ്റ്ററൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നു പോയവര് ബാങ്കിലേക്ക് തന്നെ ഈ ഒരു മെഷീന്റെ പൈസ, പിന്നെ എന്തെങ്കിലും മറ്റ് കാര്യങ്ങൾ വാങ്ങുന്നതിനുള്ള പൈസ, അങ്ങനെ ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആത്മവിശ്വാസം വിജയമായി തീരും. നമുക്ക് തീർച്ചയായും ആളുകൾക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്ത് കൊടുക്കണം. 100 ആളുകൾ, ഒരു ദിവസം 100 പേർക്ക് 4 ഷിഫ്റ്റ്. 100 പേർക്ക് ആശ്വാസമാവുകയാണ് ഈ ഒരു സംഭവത്തിലൂടെ. പിന്നെ അത് മുഖ്യമന്ത്രി ഉദ്ഘാടനമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതങ്ങനെ വേറെ ലെവലിലേക്ക് പോകും. മെഷീൻസുകളുടെ എണ്ണം കൂട്ടാൻ പറ്റും. ഞങ്ങൾ 15 മെഷീൻ, ഇപ്പൊ 10 മെഷീൻ തുടക്കത്തിൽ വാങ്ങിയേ ഉള്ളൂ. നമ്മൾ ഇനിഷ്യൽ സ്റ്റേജ് ആകുമ്പോൾ ഒരുപാട് പേഷ്യൻസിനെ എടുത്ത് നമുക്ക് ഒരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ ക്ഷേത്ര ഭരണ രംഗത്ത് നിന്ന് ഒരു ആതുര സേവന രംഗത്തേക്ക് വരുന്നതാണ്. അപ്പോൾ അതിന്റെ ഒരു ബാലാരിഷ്ടതകളൊക്കെ ഉണ്ട്. ഇപ്പൊ അതെല്ലാം ഇതിന്റെ ട്രയൽ റണ്ണൊക്കെ നടത്തി എവിടെയാണോ ഡിഫക്റ്റ് അതൊക്കെ പരിഹരിച്ചു. ഇപ്പൊ ഞങ്ങൾ ശരിക്കുള്ള അതിന്റെ യഥാർത്ഥ ലെവലിൽ എത്തിക്കഴിഞ്ഞു. എല്ലാ ദിവസവും ഡയാലിസിസ് ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥയിൽ ഞങ്ങൾ കുറച്ചൊക്കെ അതിന് മനസ്സിലാക്കി. പിന്നെ തടസ്സങ്ങളും പ്രതിസന്ധികളും ഒക്കെ എന്തോ കാര്യം പറഞ്ഞാലും അവസാനം സത്യം വിജയിച്ചിരിക്കും. ഒന്നുമില്ല, ഈ വരുന്ന രോഗികളുടെ ഒരു ആശ്വാസം ഉണ്ടല്ലോ, അത് നമുക്ക് എന്നും തുണയാണ്. മനസ്സ്, അവരുടെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് വലിയ സന്തോഷം. അതല്ലേ നമുക്ക് വേണ്ടത്. കുറെ പണം കെട്ടിവെച്ചിട്ട് എന്ത് ചെയ്യാനാണ്? ഒരു എത്ര സമ്പന്നരാർക്കും ദിവസവും ഇങ്ങനെ അല്ലെങ്കിൽ ഒന്നിടാവിട്ട് ഡയാലിസിസ് താങ്ങൂല. വലിയ പൈസ 1500-2000 രൂപ. അപ്പോൾ നിർധനരായ ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് ഫ്രീ ആയിട്ട് ഇത് കിട്ടുക എന്ന് പറയുന്നത് വളരെ അനുഗ്രഹമായിട്ട്. ഇവിടെ നമ്മൾ ജാതി മത വ്യത്യാസം ഒന്നുമില്ല, എല്ലാവർക്കും ഫ്രീ ആണ്. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഹിന്ദുക്കളായാലും ക്രിസ്ത്യൻസ് ആയാലും മുസ്ലിംസ് ആയാലും അങ്ങനെ ജാതി വർഗ വിവേചനം ഒന്നും തന്നെ ഇല്ല. പക്ഷെ നമ്മൾ ഒരു ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ ഈ പൈസ ഇല്ലാതെ ഡയാലിസിസ് മുടങ്ങിപ്പോകുന്നവരുണ്ട്. അങ്ങനെയുള്ള ആളുകളുണ്ട്. അവർക്കാണ് കൊടുക്കേണ്ടത്. അവർക്കാണ് പണമുള്ളവർ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങൾ അവരുടെ വീടുകളിൽ പോയി അപേക്ഷ വിളിക്കും. എന്നിട്ട് അവരുടെ വീട്ടിൽ ഞങ്ങളൊരു കമ്മിറ്റി നേരിട്ട് പോയി അവരുടെ വീടും അവരുടെ ബാക്കി സാമ്പത്തിക സ്ഥിതി ഒക്കെ നേരിട്ട് മനസ്സിലാക്കിയാണ്. ഇതെങ്ങനെയാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്?
അത് ഞങ്ങളിങ്ങനെ പരസ്യം ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും എല്ലായിടത്തും കൊണ്ട് എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അല്ല, ആക്ച്വലി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ്. അത് ഇവിടെ ഒരു ഫോം ഉണ്ട്, ക്ഷേത്രത്തിൽ വരണം അല്ലേ? ക്ഷേത്രത്തിൽ വന്നാൽ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ അവരെങ്ങനെയാണ്, എവിടെയാണ് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ എങ്ങനെ ഡയാലിസിസ് ചെയ്യുന്നു, എങ്ങനെയാണ്, പിന്നെ അവരെ സാമ്പത്തിക സ്ഥിതി ഒക്കെ കൂടി എഴുതിയിട്ടുള്ള ഒരു അപേക്ഷ ഇവിടെ കൊടുക്കണം. അപ്പോൾ ഒരു അന്വേഷണം വരും അല്ലേ? പോയി വീട്ടിൽ തന്നെ പോയി അന്വേഷിക്കും. കറക്റ്റ് ആണെങ്കിൽ ഇവിടെ അലോഡ് ചെയ്യും. ഓക്കെ. സംഭവം ഇത്രയേ ഉള്ളൂ. മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ക്ഷേത്രം ഭാരവാഹികളാണ് ഈ ഒരു സംഭവം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ആവശ്യമുള്ളവർ, തീരെ നിവൃത്തിയില്ലാത്ത, സാമ്പത്തികമില്ലാത്ത, ഡയാലിസിസ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടെങ്കിൽ നേരെ ഇവിടെ വരിക, ഇദ്ദേഹത്തിനെ കാണുക, അല്ലെങ്കിൽ കമ്മിറ്റിക്കാരെ കണ്ട് അപേക്ഷ കൊടുക്കുക. ഒരു അന്വേഷണം വരികയും അന്വേഷണത്തിൽ ഇവർ തൃപ്തികരമാണെങ്കിൽ ആ ഒരു പേഷ്യൻസിന് ജീവിതകാലം മുഴുവൻ അല്ലേ ഫ്രീ ഡയാലിസിസ് ഇവിടെ ലഭിക്കുകയും ചെയ്യും. ഓക്കെ, നമുക്ക് എന്തായാലും അകത്തൊന്ന് കയറി കാണാം എന്താണ് മെഷീൻസ് എന്നുള്ളത്. അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല. ആ രീതിയിലാണ് കോൺസെപ്റ്റ്. നോക്കി, ഇതിന്റെ ബേസ്മെന്റ് ഒക്കെ അങ്ങനെയാണ്, 5 നിലയുള്ള ഒരു ബിൽഡിംഗ് ആണ്. ഓക്കെ. ഫസ്റ്റ് ഇതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. ഇതൊരു തുടക്കം മാത്രം. തീർച്ചയായും അവിടേക്ക് എത്തും നിങ്ങൾ, തീർച്ചയായും എത്തിയേ പറ്റൂ, എത്തും. ഓക്കെ. ഇതൊക്കെ തുടങ്ങണമെങ്കിലേ ഇപ്പം ഇത് കാണുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇതുപോലെ അമ്പലവും പള്ളിയൊക്കെ പരിപാലിക്കുന്ന കമ്മിറ്റിക്കാരുണ്ടല്ലോ, അവർക്കൊരു ആഗ്രഹം ഇങ്ങനെ തുടങ്ങണമെങ്കിൽ ഇത് കണ്ടിട്ട്, അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഇത് ചെയ്യേണ്ടത്, ഇത് തുടങ്ങാനായിട്ട്? ഇത് അത്യാവശ്യം നമുക്ക് നമ്മൾ നിൽക്കുന്ന സ്ഥലം ഇപ്പോൾ ദേവസ്ഥാനങ്ങളാണല്ലോ ഏതായിരുന്നാലും, അപ്പോൾ അവർക്ക് ഇതിനോടൊരു താല്പര്യം വേണം. ഇത് പാവപ്പെട്ടവരെ സഹായിക്കണം എന്നൊരു താല്പര്യം മനസ്സ് വേണം. അപ്പോൾ ആ ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്, ആദ്യം വേണ്ടത്. കാര്യം ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉണ്ടാവും ഈ ഒരു സംഭവം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലൊന്നും തളരാതെ നമ്മളിത് നടത്തും എന്നുള്ളൊരു വിശ്വാസത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജനങ്ങൾക്ക്, ഭക്തജനങ്ങൾക്ക്, നാട്ടുകാർക്ക് അവർക്കതൊരു വിശ്വാസം വരണം ആദ്യം. ആ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം വളരെ വേഗം നടന്നോളും. ഇപ്പൊ ഇതൊരു വിശ്വാസം ആദ്യം ഇത് കൊണ്ടുവരുന്ന സമയത്ത് ആളുകളൊക്കെ വളരെ അതിശയത്തോടെ പ്രാക്ടിക്കൽ ആണോ എന്താ, ഇയാള് ഇവിടെ ഉണ്ട്, ഇയാൾക്ക് എന്ത് ഏത് ലോകത്താണ് ജീവിക്കുന്നത്, ആ രീതിയിലുള്ള ഒരു സംസാരം, ആ രീതിയിലൊരു തമാശയോടെ കാണുന്ന ഒരു അവസ്ഥയുണ്ടായി. അവർക്കുള്ള മറുപടിയാണ് ഈ സ്ഥാപനം. അങ്ങനെ അവർ നടത്തൂല. ഇത് വെറുതെ ഇയാൾ വന്നിട്ട്, ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. റിട്ടയർ ചെയ്യാൻ മെയ് 31 റിട്ടയർ ചെയ്യുകയാണ്. അത്രയേ ഉള്ളൂ. ഈ ഒരു ചെറിയ പീരീഡ് കൊണ്ട് ഇങ്ങനെ ഒരു വലിയ പ്രോജക്റ്റ് നടത്താനാവുമോ, ഇയാൾ വെറുതെ എന്തോ അന്ധമായി പറയുന്നതാണ്, ഭ്രാന്ത് പറയുന്നതാണ് എന്നൊക്കെ ഉള്ളൊരു ലെവലിലായിരിക്കാം ചിന്തിച്ചിട്ടുണ്ടാവുക. അതിൻ്റെതായ പ്രതികരണങ്ങൾ പല ഭാഗത്തുനിന്നും ഉണ്ടായി. പക്ഷെ അതല്ല, ഇച്ഛാശക്തിയോട് ഇത് നടത്തിയേ തീരൂ, ഇതാണ് ലക്ഷ്യം എന്നുള്ള ഒരു പ്രയത്നത്തോട് കൂടിയിട്ട് കൂടെ നിൽക്കുന്ന ഒരു കുറെ പേര്. ഇതൊരു ഉത്തരമാണത്. ഇങ്ങനെ ചോദിക്കുന്ന, തളർത്താൻ ശ്രമിക്കുന്ന മാഫിയകൾക്കുള്ള ഒരു ഉത്തരമാണ് ഈ സ്ഥാപനം. ഈ 10 മെഷീൻസും ഈ കാണുന്ന ബിൽഡിങ്ങും അതിൻ്റെ ഉത്തരമാണത്. ഓക്കെ, നത്തിങ് ഈസ് ഇമ്പോസിബിൾ. ഓക്കെ, എന്തൊക്കെയാണ് തുടങ്ങാൻ വേണ്ടുള്ള കാര്യങ്ങൾ? എവിടെ നിന്നുള്ള അപ്രൂവൽ വേണം? അതുപോലെ തന്നെ മെഷീൻസിന്റെ വില എങ്ങനെയാണ്? അപ്രൂവൽ നമുക്ക് മലബാർ ദേവസ്വം ബോർഡാണ് തരേണ്ടത്. ആദ്യമായിട്ട് ഇവിടെ ഈ മലബാർ ദേവസ്വം ബോർഡിന് ദേവസ്വം ബോർഡല്ല, സാധാരണ മുസ്ലിം പള്ളിക്കാണെങ്കിലും ചർച്ചുകൾക്കാണെങ്കിലും തുടങ്ങണമെങ്കിൽ അതിന്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? ഈ ദേവസ്വം സംവിധാനങ്ങൾ, ദേവസ്വം ബോർഡാണെങ്കിൽ ദേവസ്വം ബോർഡിന്റെ അപ്രൂവലാണ് ഫസ്റ്റ് വേണ്ടത്. ഇതൊക്കെ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള പള്ളികളാകുമ്പോൾ ദേവസ്വം ബോർഡ് പറ്റത്തില്ലല്ലോ, വഖഫ് ബോർഡ് ഉണ്ടാവും. അല്ല, അമ്പലങ്ങളിൽ തന്നെ സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. ഈ ദേവസ്വം ബോർഡിന്റെ ഒന്നും അധികാര നിയന്ത്രണത്തിൽ ഇല്ലാത്ത ക്ഷേത്രങ്ങളുണ്ട്, വരുമാനമുള്ള ക്ഷേത്രങ്ങളുണ്ട്. അവർക്ക് സ്വന്തമായി തന്നെ തീരുമാനിച്ച് അവരെ കമ്മിറ്റികൾ ഉണ്ടാവും. ആ കമ്മിറ്റിയിൽ തീരുമാനങ്ങൾ എടുത്ത് നടത്താം. അവർക്ക് ഏറ്റവും എളുപ്പമാണ്. അതെ, പെർമിഷൻ വലുതായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ക്ഷേത്രത്തിന് ഞങ്ങളെക്കാളും വളരെ എളുപ്പമാണ്. ഞങ്ങൾക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിന് ഒരൊറ്റ ദേവസ്വം ബോർഡാണ്, ഗുരുവായൂർ ദേവസ്വം ബോർഡ്. അവർക്ക് തന്നെ തീരുമാനം എടുത്താൽ മതി. അവിടെ നിലവിൽ എന്തെങ്കിലും സ്ഥാപനം ഉണ്ടോ? ഇപ്പൊ ഇതുപോലൊരു ഡയാലിസിസ് സെന്റർ അവർ റൺ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ദേവസ്ഥത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലല്ല. നമ്മളിവിടെ സഹകരിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സത്യസായി ഓർഫനേജ് ട്രസ്റ്റ്, അവര് ദേവസ്ഥത്തിന് വേണ്ടിയിട്ട്. ഗുരുവായൂർ ദേവസ്വം ബോർഡൊക്കെ വിചാരിച്ചാല് ഇതിനെക്കാട്ടി ഒരു 10 ഇരട്ടി ഹോസ്പിറ്റൽ ഉണ്ടാക്കി ആയിരക്കണക്കിന് രോഗികൾക്ക് ആശ്വാസം വേഗം കഴിയും. ചെയ്യുന്നുണ്ടെന്ന് കേൾക്കുന്നത് ഞങ്ങൾ അതൊന്നും വലുതായിട്ട് അവർ ചെയ്യുന്നത്. അവർക്ക് അത്രയ്ക്കുള്ള സാമ്പത്തിക ശേഷി, താരതമ്യേന സാമ്പത്തിക ശേഷി കുറഞ്ഞ മലബാർ ദേവസ്വം ബോർഡിലെ ഏറ്റവും സാമ്പത്തിക ശേഷിയുള്ള ക്ഷേത്രമാണ് കാടാമ്പുഴ. ആ ഒരു ആഗ്രഹത്തിലാണ് ഞാനിവിടെ വരാൻ ആഗ്രഹിച്ചതും. അതുകൊണ്ട് തന്നെയാണ് 28 വർഷം സർവീസ് ഉണ്ട്. ഈ സർവീസിൽ ഞങ്ങളെ സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് ഇവിടെ വരാൻ പറ്റുള്ളൂ ഡെപ്യൂട്ടേഷനിൽ. ഞാൻ സീനിയർ ആയ കാലം മുതൽ ഇവിടെ വരണമെന്ന്. പക്ഷേ ഭഗവതി അവസാന സമയത്താണ് എനിക്കൊരു അവസരം തന്നത്. എങ്കിലും അതുകൊണ്ടാണ് വളരെ ഫാസ്റ്റായിട്ട് ഈ കാര്യങ്ങൾ കൊണ്ടുവേണ്ടി വന്നത്. കാര്യം ഒരു 4-5 വർഷം ഉണ്ടെങ്കിൽ നമ്മളെ സ്വപ്നം 5 നിലയുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ചെയ്യാൻ പറ്റും. ഇതൊരു ഷോർട്ട് പീരീഡിൽ ചെയ്തെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല.
കേട്ടോ, അവിശ്വസനീയമാണ്. പക്ഷെ ഇനി എനിക്ക് ശേഷം വരാനുള്ളവർ ഇതേ ഊർജ്ജത്തോടെ, അതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ശേഷം വരാനുള്ള ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. പറയൂ, എന്താണ് പറയുന്നത്? എനിക്ക് ശേഷം ഇനി ഞാനിരിക്കുന്ന കസേരയിലേക്ക് ഈ മാർച്ച് 31 എന്റെ ഇവിടത്തെ പീരീഡ് കഴിയാണ്. മാർച്ച് 30 ആകുമ്പോൾ ഞാൻ എന്റെ പേരന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചു പോകും. മെയ് 31 റിട്ടയർ ചെയ്യും. അപ്പോൾ ഈ മാർച്ച് 31 കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഉദ്യോഗസ്ഥർ, ഇതുപോലെ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് വരുന്ന ആള് ഇതേ ഊർജ്ജം ഉൾക്കൊണ്ട് ഇതിന്റെ ആ ലെവലിൽ കൊണ്ടെത്തിക്കണം, ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ലെവലിൽ കൊണ്ടെത്തിക്കണം. തീർച്ചയായും നടക്കും. അതിന് വേണ്ടിയിട്ട് കൈകോർത്ത് സഹായിക്കാൻ അങ്ങനെ വരുന്ന അതായത് അങ്ങനെ വരുന്ന ഒരു വളരെ മെയിനായിട്ട് ഇദ്ദേഹം ഇരിക്കുന്ന കസേരയിലേക്ക് ഇരിക്കാൻ വരുന്ന ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് മാഫിയകൾ, പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ഒക്കെ പ്രതിസന്ധികളുമായി നമ്മളുടെ മുന്നിലേക്ക് മതിലുകൾ കെട്ടിത്തരും. ആ മതിലുകൾ പൊളിച്ചു കൊണ്ടുവേണം മുമ്പോട്ട് പോകാൻ. തളരരുത്, അല്ലേ? അതാണ് പറയാനുള്ളത്. പിന്നെ ഇപ്പൊ ഞങ്ങൾക്ക് ഇതില് നമുക്ക് ദേവസ്വമായിട്ട് നമുക്ക് മെഡിക്കൽ ഒരു ചെറിയൊരു ഹോസ്പിറ്റലല്ലേ ഇവിടെയുള്ളൂ, അത് വലുതാവും. പിന്നെ ഇപ്പൊ നമുക്കിതിൽ മെഡിക്കൽ സപ്പോർട്ട് തരുന്നത് കോട്ടക്കൽ ആസ്റ്റർ മിംസ് ആണ്. ആസ്റ്ററാണോ മെഡിക്കൽ സപ്പോർട്ട്? അടിപൊളി. ആസ്റ്റർ മിംസ് പോലെയുള്ള നല്ല ആശുപത്രികൾ, അവർക്ക് ആസ്റ്റർ മിംസ് നമുക്കറിയാം ഒരുപാട് ചാറ്റ് ചെയ്യുന്ന ആശുപത്രിയാണ്. അവരാണ് ഞങ്ങൾക്ക് അതെ, ഇവിടെ പോലും ഒരു മെഡിക്കൽ സപ്പോർട്ട് അവർ കൊടുക്കുന്നുണ്ട്. വെരി ഗുഡ്, നല്ല കാര്യം. അതെ അതെ, ഓക്കെ. ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? മെഷീൻസിന്റെ വിലയൊക്കെ എങ്ങനെയാണ് വരുന്നത്? നമുക്ക് മെഷീൻസ് ഇതിപ്പോ ഞങ്ങൾ ഫ്രസേനിയസിന്റെ മെഷീനാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ലേറ്റസ്റ്റ് ടെക്നോളജി എന്ന് വെച്ചാൽ ഈ ഫ്രണ്ട്ലി മെഷീനാണ്. ഏറ്റവും കൈകാര്യം ടെക്നീഷ്യൻസിനെ കൈകാര്യം യൂസർ ഫ്രണ്ട്ലി മെഷീനാണ്. ഏറ്റവും ഇന്ന് ലോകത്ത് ഉള്ളതിൽ വെച്ച് ഏറ്റവും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെഷീനാണിത്. 6,30,30,000 ഒരു മെഷീൻസിന്റെ വില. അപ്പോൾ അങ്ങനെ 10 മെഷീൻസ്, ഈ 10 മെഷീനും ഈ ബാങ്കുകൾ, ഇങ്ങനെയുള്ള സുമനസ്സലായ ആൾക്കാർ, പിന്നെ ഇവിടുത്തെ ജീവനക്കാർ ഡൊണേറ്റ് 10 മെഷീനും നമ്മൾ ദേവസ്വം ഫണ്ടല്ല, ഇതുപോലെയുള്ള ആളുകളെ സഹായത്തോടുകൂടി ഞാൻ ഇനി ഒരു 15 മെഷീനും തരാമെന്ന് പറയുന്നുണ്ട്. നമുക്ക് ഈ ഇവിടെ ഉടനെ കിട്ടും. ശോഭ ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ അവര്? അപ്പൊ അവര് 25 മെഷീന്റെയും പൈസ അവർ തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ ചെറിയൊരു കാര്യം, അദ്ദേഹം ഫോറിൻ സിറ്റിസൺ അങ്ങനെയാണ്. അവർക്ക് ഫണ്ട് വരണമെങ്കിൽ FCRA രജിസ്ട്രേഷൻ വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ക്ഷേത്രത്തിൽ തന്നെ ഒതുങ്ങിയിട്ട് ഒരു ചെറിയ ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ ATG രജിസ്ട്രേഷൻ എടുത്തു. അപ്പോൾ ഇൻകം ടാക്സിന്റെ എക്സംഷൻ കിട്ടുമല്ലോ ഇത് തരുന്നവർക്ക്. അപ്പോൾ FCRA രജിസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. അത് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ 25 മെഷീനും വരും. 25 മെഷീൻ. പിന്നെ അതിന്റെ ക്ലീനിങ് സ്റ്റാഫിനെയൊക്കെ അവർ സ്പോൺസർ ചെയ്തു. ഇവിടുത്തെ ഹൗസ് വലിയൊരു നല്ല കാര്യം. ഹൗസ് കീപ്പിംഗ് ആണ് മെയിൻ ആയിട്ടുള്ളത്. അങ്ങനെ ക്ലീൻ ആയിട്ട് പോകണം. അപ്പൊ അവർ റിക്രൂട്ട് ചെയ്ത സ്റ്റാഫാണ് അതിന് വേണ്ടിയിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ തൽക്കാലം കൊടുക്കുന്നു. അവർ ഈ FCRA രജിസ്ട്രേഷൻ കിട്ടിയാൽ അത് ആ പൈസ മുഴുവനും നമുക്ക് തരും. 1,75,00,000 രൂപ അവർ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ശരി, പോരെ? ഇതുപോലെ ഒന്ന് തുടങ്ങി കൊടുത്താൽ, ഇതുപോലുള്ള ശോഭയെ പോലുള്ള അല്ലെ ഒരുപാട് ആളുകളുടെ സുമനസ്സുകളുടെ സഹായങ്ങൾ ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കും. ഒന്ന് സ്ട്രോങ് ആയിട്ട് നമ്മൾ നിന്ന് കൊടുത്താൽ മാത്രം മതി. ഇത് നടക്കുന്നു എന്നുള്ളൊരു വിശ്വാസം, ഇത് നടത്തും. ഇപ്പോൾ ഒരു വിശ്വാസമുള്ള ഒരു ഭരണ സംവിധാനത്തിന്റെ കയ്യിൽ ഇതെത്തിയാൽ അവരിത് നടത്തിക്കോളും എന്നുള്ള തോന്നല് സമൂഹത്തിന് വന്നാൽ അവർ തന്നെ ആയിക്കോളും. അതാണ് നമ്മളെ അനുഭവം. എന്ന് വെച്ചാൽ നമ്മളെ ഇതിന്റെ അക്കൗണ്ടിലേക്ക് ഒരുപാട് ആളുകൾ, അറിയുന്നതും അറിയാത്ത ആളുകൾ പൈസ അയക്കുന്നുണ്ട്. സുതാര്യമാണെങ്കിൽ എല്ലാം നല്ല മുമ്പോട്ട് പോകും. തീർച്ചയായും. പിന്നെ ഇതിനെ ഒരു പ്രതിബന്ധത്തിലും തളരാതെ മുന്നോട്ട് പോകാനുള്ള ഒരു മനസ്സ് അതാണ് വേണ്ടത്. ഒരുപാട് ആളുകൾ തളർത്താനും വെട്ടിവീഴ്ത്താനും ശ്രമിക്കും. അതെല്ലാം അവഗണിച്ച് അതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ളൊരു മനസ്സ് വേണം. എനിക്കിപ്പോൾ ഈ പറയുന്ന സമയത്ത് ഞാൻ കുറച്ചൊരു വികാരാതീതനാവും. കാര്യം ഈ ഒരു മാർച്ച് 31 വരെയല്ലേ എൻ്റെ പീരീഡ് ഉള്ളൂ. അപ്പോൾ അതിൽ ഒരു ലോങ് റണ്ണിൽ പോകേണ്ട ഒരു സാധനമാണ്. അപ്പോൾ ഇനി വരുന്ന ആൾ ഇതേ ഊർജ്ജം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണം. എങ്കിലേ പറ്റുള്ളൂ. അദ്ദേഹം പറയുന്നതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എനിക്കറിയാം, എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഒരുപാട് പ്രതിസന്ധികൾ ഇദ്ദേഹം ഇതിനോടകം നേരിട്ട് കഴിഞ്ഞു. പ്രൈവറ്റ് ആശുപത്രികൾ, അതിൻ്റെ മാഫിയകൾ, അതുമല്ല നമുക്കെതിരെ അസൂയപ്പെടുന്ന ആളുകളൊക്കെ ഒരുപാട് പേരുണ്ട്. അവരൊക്കെ നമുക്കെതിരെ യുദ്ധം ചെയ്യാൻ വരും തീർച്ചയായിട്ടും. അപ്പോൾ തളരാൻ പാടില്ല. ഇദ്ദേഹത്തിൻ്റെ സമയം കഴിഞ്ഞാൽ, റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ വേറൊരാൾ വരികയും ഈ പൊസിഷനിലേക്ക് എത്തുകയും ചെയ്യും. പക്ഷേ അദ്ദേഹം ഇതുപോലെ നിന്നില്ലെങ്കിൽ ഇതൊന്നും ഇനി കാണില്ല. അതാ പ്രശ്നം. അങ്ങനെ വേണം, ഇല്ലേ നടത്തുള്ളൂ. അങ്ങനെയുള്ള ആളുകളുണ്ട്, എനർജറ്റിക് ആയിട്ടുള്ള എൻ്റെ ജൂനിയർ സ്റ്റാഫുണ്ട്. അവരൊക്കെ ഇത് ഞാൻ ചെയ്തതിൽ വളരെ പ്രശംസിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളോട് വരികയാണെങ്കിൽ പിന്നെ നോക്കാനില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, എന്താ പേരെന്താണ്? ഹംസ. എവിടെ താമസിക്കുന്നു? കാടാമ്പുഴ. ഓക്കെ, ഇപ്പോൾ ഇവര് നല്ലൊരു സംഭവം ചെയ്തിരിക്കുകയാണ്. അതായത് പാവപ്പെട്ട രോഗികൾക്ക് ഏറെ ആശ്വാസമേകുന്ന ഒരു സ്ഥാപനം തുടങ്ങിയിരിക്കുകയാണ്. ആദ്യമായിട്ടാണോ അവിടെ വരുന്നത്? അതെ, ആദ്യമായിട്ടാണ്. എന്ത് തോന്നുന്നു? ഇങ്ങനെ ഒരു നല്ല ഇതല്ലേ, നല്ല കാര്യമാണ്, നല്ല സന്തോഷമാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേർ
ഒരുപാട് സാമ്പത്തിക ഇതുമാണ് ഇതിന്, ഈ ഡയാലിസിനെ ഭയങ്കര പ്രയാസമാണ് എല്ലാവർക്കും. എത്ര രൂപ ഡയാലിസിസ് സാധാരണ ചെയ്യുന്നതിന്? ഇപ്പോൾ ഞങ്ങൾ നമ്മളെ മാറാക്കര പഞ്ചായത്തായിട്ട് 600 ഇവിടെ പഞ്ചായത്തിൽ. അതിന് മുമ്പ് 1500 മിനിസിൽ പ്രൈവറ്റ് ആയി. അത്രയും സാമ്പത്തികം വേണം. പക്ഷേ ഇവിടെ ഒരു രൂപ പോലും വേണ്ട എന്നുള്ളതാണ്. അതെ ഒന്നും വേണ്ടെന്ന് പറയുന്നത്. ഒരു രൂപ പോലും വേണ്ട. അതെ അല്ലേ? അതൊരു ആശ്വാസം തന്നെ. ആശ്വാസം തന്നെയാണ്. എത്ര നാളായി ഡയാലിസിസ് ചെയ്യുന്നത്? ഇപ്പോൾ എത്രയായി? 4 വർഷമായി. 4 വർഷം. ട്രീറ്റ്മെന്റ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ അങ്ങനെ എന്തെങ്കിലും? ഇല്ല. ഇപ്പോൾ വയസ്സൊരു പാടയില്ല. ഇനിയിപ്പോൾ അതിനുള്ള പരിപാടി നോക്കുന്നില്ല. 65-67 വയസ്സായി. എങ്ങനെ പോകുന്നു? അതെ, എങ്ങനെയാണ് പോട്ടെ. 33 കൊല്ലം ഗൾഫിൽ നിന്നിട്ട് കിട്ടിയൊരു കോള. സാരമില്ല, അതിൻ്റെ തോഫിക്കൊണ്ട് എങ്ങനെയാണ് പോട്ടെ. അത്രേ ഉള്ളൂ. ഇതിൽ ബുദ്ധിമുട്ടായ ആളുകളുണ്ടല്ലോ. അതെ, ഒരുപാട് ആളെ കാണുന്നത്. ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോയി ഇത് കഴിഞ്ഞു പോകും. ഒറ്റയ്ക്ക് തന്നെ ഓടിച്ചു വരെ ചെറിയൊരു നാനുണ്ട്. അതുകൊണ്ട് കടാമ്പത്തെ ഡ്രൈവറായിരുന്നു. മുമ്പൊക്കെ അമ്പലത്തിലെ പൈസ ഞാൻ കൊണ്ടുപോയി സ്റ്റേറ്റ് ബാങ്ക് തിരൂര് 40 കൊല്ലം മുമ്പ് ചായശി. അന്ന് ബാങ്കിലല്ല കാണാമൊന്നും 40 കൊല്ലം മുമ്പേ. പിന്നെ ഞാൻ ഗൾഫിൽ പോയി 33 കൊല്ലം ഗൾഫിൽ നിന്നിട്ട് എനിക്ക് ഇതാണ്. 4 പെൺകുട്ടികളാണ്. എല്ലാം കഴിഞ്ഞു, കല്യാണമൊക്കെ കഴിഞ്ഞ് എല്ലാം സന്തോഷമാണ്. അപ്പം ഇതിന് പൈസ ഇല്ലായിട്ട് എഴുതുന്ന കാണാമ്പേ തന്നെ ആയിരുന്നു. വീടും പെരയും വിറ്റിട്ട് ഞാൻ കുറച്ച് അപ്പുറം പോയിക്കണം. മലയിൽ നൂരിയാബാദ് 11 വാർഡ്, അതിന് 12 വാർഡ്. ഏത് ടൈപ്പ് മെഷീൻസ് ആണിത്? ഇത് ഫ്രെസേനിയസിന്റെ 4008S മെഷീൻ. ഏറ്റവും പുതിയ വേർഷൻ മെഷീനാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന മെഷീനാണ്. എത്ര സമയം എടുക്കും ഒരു രോഗി ഒരു ഡയാലിസിസ് ചെയ്ത് ഇറങ്ങാനായിട്ട്? മിനിമം 4 മണിക്കൂറാണ് ഡയാലിസിന് പറയുന്നത്. അതിൽ കൂടുതൽ ചെയ്യാം, പക്ഷെ നമ്മളിവിടെ 4 മണിക്കൂർ ഡയാലിസിസ് ആണ് പേഷ്യൻസിന് ചെയ്യുന്നത്. എന്താണ് ഇവരെയൊക്കെ ഡയാലിസിസ് ചെയ്യുമ്പോൾ ഒരു അനുഭവം എന്താണ്? വളരെ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ട്രീറ്റ്മെന്റ് ആണെങ്കിൽ പോലും ഇങ്ങനെയൊരു സെറ്റപ്പിൽ വളരെ സന്തോഷമുണ്ട്. കാരണം വരുന്നതൊക്കെ അല്ലേ വെറും പാവങ്ങളായിരിക്കും. അതെ, അത്രയും പാവപ്പെട്ടവരാണ്. ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വീട് ജപ്തി ചെയ്ത് അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ് വരുന്നത്. അവർക്ക് ഇങ്ങനെ ഒരു ഫ്രീ ഡയാലിസിസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വളരെയധികം സന്തോഷമുണ്ട്. അതിൻ്റെ ഒരു ഭാഗം പറ്റിയതിൽ അത്യുതം സന്തോഷം. വെരി ഗുഡ്. നിങ്ങളൊക്കെ ഒരു സേവനമാണ് ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ അവർക്ക് ആശ്വാസം വഹിക്കുന്നത്. അഭിനന്ദനങ്ങൾ. താങ്ക് യു സോ മച്ച്. ഏറ്റവും പ്രധാനമായിട്ട് മലബാർ ദേവസ്വം ബോർഡിന്റെ സപ്പോർട്ട് അത് പ്രധാനമാണ്. ഉണ്ട്. കാര്യം ഇതാണ് ഏറ്റവും വലുതെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു പ്രസിഡന്റും കമ്മീഷണറുമാണ് നമുക്കുള്ളത്. നിലവിലുള്ളത് MR മുരളി സാറാണ്. അവർക്കൊരു ബിഗ് സല്യൂട്ട്. ഞങ്ങളുടെ ആരംഭഘട്ടം മുതൽ ഈ നിമിഷം വരെ എന്ത് പ്രതിസന്ധിയിലും ഓടി വന്ന് ഇവിടെ തന്നെ വന്ന് ആശ്വസിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഈ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനായാലും കമ്മീഷണർക്കായാലും ഉള്ളത്. അപ്പൊ അതുകൊണ്ട് പ്രതിസന്ധിയിൽ ഇത്രയും പ്രതിസന്ധികൾ ഞാൻ പറഞ്ഞല്ലേ. അപ്പൊ അതുകൊണ്ട് ഇനി വരുന്ന ഒരാൾ ഇത് ഏറ്റെടുത്ത് നടത്താൻ തയ്യാറായി വരുന്ന ആൾക്കും ഇതേ രീതിയിലുള്ള സപ്പോർട്ട് കിട്ടും. അതുകൊണ്ട് തളരൂല, അവർ മുന്നോട്ട്. അതാണ് ആ ഒരു സപ്പോർട്ട് ഭയങ്കര ഒരു ഊർജ്ജം തരുന്നുണ്ട്. തീർച്ചയായും വളരെ നന്ദി ഞങ്ങളുമായി പ്രതികരിച്ച്. ഇത്രയും വലിയൊരു സ്ഥാപനം തുടങ്ങി മാതൃക കാണിച്ചതിൽ അങ്ങേയറ്റം ഞങ്ങൾ പ്രശംസിക്കുന്നു താങ്കളെ. ഇനിയും ഒരുപാട് സ്ഥാപനങ്ങൾ ഇതുപോലെ തുടങ്ങാൻ താങ്കൾക്കും ഒക്കെ എല്ലാവർക്കും കഴിയട്ടെ. നന്ദി. ന്യൂസ് കേരളം ടുഡേ, നന്മയ്ക്കായി ഒരു വിരൽ സ്പർശത്തിന്റെ കയ്യൊപ്പ്.